ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ പുസ്തകത്തിലൂടെ, മക്കബായ ചരിത്രത്തിലൂടെ നമ്മൾ തീർത്ഥാടനം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായമാണ്, അതിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠന വിധേയമാക്കി തീർത്തത്. 1 മക്കബായർ 9-ാം അധ്യായം വളരെ പ്രത്യേകതകളുള്ള ഒരു അധ്യായമാണ്. കാരണം ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് യൂദാസ് മക്കബേവൂസ് എന്ന മക്കബായരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ പോരാളിയായിരുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. യൂദാസ് മക്കബേവൂസ് മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കബായരും യഹൂദരുമൊക്കെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് മാറുകയാണ്. നല്ല ഒരു നേതൃത്വം അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കുറച്ചു കാലം എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി അവർ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജനങ്ങളുടെ നേതാക്കന്മാരായി കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കടന്നു വന്ന് യൂദാസ് മക്കബേവൂസിൻ്റെ സഹോദരൻ കൂടിയായിരുന്ന മറ്റൊരു ഹസ്മോണിയൻ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു നേതാവിനോട്, ജോനാഥൻ എന്ന വ്യക്തിയോട് നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ജോനാഥൻ്റെ നേതൃത്വത്തിൽ മക്കബായർ വീണ്ടും ഒരു സൈന്യമായി, ഒരു പോരാട്ട വീരത്തോടെ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു ചരിത്ര സന്ധിയിലാണ് തുടർന്നുള്ള വചനഭാഗങ്ങൾ നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. ജോനാഥൻ്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 32 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ വിശദീകരിക്കാം. സാധിക്കുമെങ്കിൽ ഈ സമയം നിങ്ങളും എന്നോടൊപ്പം വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കുന്നത് നല്ലതാണ്. മക്കബായരുടെ 1-ാം പുസ്തകമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ാം അധ്യായം 32 മുതൽ 49 വരെയുള്ള വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇതിനെക്കുറിച്ച് കേട്ട ബക്കിദെസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജോനാഥാനും സഹോദരൻ ശിമയോനും അവരോട് കൂടെ ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവായിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്ഫാർ കുളത്തിനരികെ പാളയമടിച്ചു. സാബത്ത് ദിവസം ഈ വിവരം അറിഞ്ഞ ബക്കിദെസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു. ഏറെയുണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തേരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥാൻ സ്വസഹോദരനെ ജനത്തിൻ്റെ നേതാവായി അയച്ചു. എന്നാൽ മെദെബായിൽ നിന്ന് യാംബ്രിയുടെ പുത്രന്മാർ വന്ന് യോഹന്നാനെ പിടിച്ചുകൊണ്ടു പോവുകയും അവൻ്റെ പക്കലുണ്ടായിരുന്നവരെ എല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോനാഥാനും സഹോദരൻ ശിമയോനും ഇങ്ങനെ കേട്ടു: യാംബ്രിയുടെ മക്കൾ വലിയ ഒരു വിവാഹ ആഘോഷം നടത്തുകയാണ്. കാനായിലെ മഹാപ്രഭുക്കളിൽ ഒരുവൻ്റെ മകളാണ് വധു. അവളെ അവർ നദാബത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു. തങ്ങളുടെ സഹോദരൻ യോഹന്നാൻ്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു. അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു. അവർ തല ഉയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദകോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു. ആയുധധാരികളായ സ്നേഹിതന്മാരോടും
സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിൻ്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു. പതിയിരുന്നവർ ഉടനെ പാഞ്ഞു ചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോനാഥനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ വിവാഹം വിലാപമായി മാറി. ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരൻ്റെ രക്തത്തിന് പൂർണ്ണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പ് നിലങ്ങളിലേക്ക് മടങ്ങി. സെലൂക്യരുടെ സൈന്യാധിപനായ ബക്കിദസിൻ്റെ ചെവിയിൽ ഒരു വാർത്തയെത്തുകയാണ്. യൂദാസ് മക്കബേയൂസ് എന്ന മക്കബേയരുടെ നേതാവിൻ്റെ മരണത്തിന് ശേഷം ഇതാ അവൻ്റെ തന്നെ സഹോദരൻ ജോനാഥൻ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു. മക്കബായർക്ക് പുതിയ ഒരു നേതൃത്വം കൈവന്നിരിക്കുന്നു. ഇത്തരത്തിൽ ഒരു പുതിയ നേതൃത്വം അവർക്ക് ഉണ്ടായി. ജോനാഥാൻ അവരുടെ നേതൃത്വം എടുത്തു എന്നറിഞ്ഞ ബക്കിദസ് ഈ പുതിയ നേതാവിനെ, ജോനാഥനെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നിരവധി പരിശ്രമങ്ങൾ അയാൾ നടത്തുന്നു. പക്ഷേ തന്ത്രശാലികളായ ജോനാഥനും മക്കബായരും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശിമയോനുമൊക്കെ ഇയാളുടെ സൈനിക നീക്കങ്ങൾ അറിഞ്ഞ് അവിടെ നിന്ന് ബുദ്ധിപൂർവ്വം പിൻവാങ്ങി തെക്കോവായിലെ മരുപ്രദേശത്ത് അസ്ഫാർ കുളത്തിന് അരികെ പാളയമടിക്കുകയാണ്. ജെറുസലേം നഗരത്തിൽ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ തെക്ക് കിഴക്കായി ഉള്ള ഒരു സ്ഥലമാണ് ഇത്. അവിടെയാണ് ജോനാഥനും സംഘവുമൊക്കെ ഒളിവിൽ പോയ തെക്കോവായിലെ ചതുപ്പ് നിലങ്ങൾ എന്ന് മനസ്സിലാക്കുക. തെക്കോവ എന്ന യൂദയായിലെ ഈ ചെറിയ ഗ്രാമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആമോസ് പ്രവാചകനാണ്. ആമോസ് പ്രവാചകൻ്റെ സ്വദേശവും ഈ തെക്കോവ തന്നെയായിരുന്നു. ഏതായാലും ബക്കിദസ് എന്ന സെലൂക്യ സൈന്യാധിപൻ്റെയും സൈന്യത്തിൻ്റെയും സൈനിക നീക്കങ്ങളിൽ നിന്ന്, അവരുടെ സൈനിക ഇടപെടലുകളിൽ നിന്ന് രക്ഷ നേടാനായി ജോനാഥാൻ്റെ നേതൃത്വത്തിൽ മക്കബായർ ഇപ്പോൾ തെക്കോവായിൽ പാളയം അടിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ തെക്കോവായിൽ പാളയമടിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ദുരിതകാലത്തിലൂടെ ഇവർ കടന്നു പോവുകയാണ്. അവരുടെ ഏറ്റവും വലിയ നേതാവ് ആയിരുന്ന യൂദാസ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അൽക്കിമോസ് എന്നു പേരുള്ള അധർമ്മിയായ ഒരു യഹൂദൻ തന്നെ സെലൂക്യ രാജാക്കന്മാരുടെ ആശീർവാദത്തോടെ, അനുമതിയോടെ പ്രധാന പുരോഹിതനായി ദുർഭരണം നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ സ്വജാതീയരിൽ നിന്നും വിജാതീയരിൽ നിന്നുമൊക്കെ തിക്താനുഭവങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ദുരിതകാലത്തിലൂടെ മക്കബായർ കടന്നു പോകുന്ന സമയം. ഈ സമയം തെക്കോവായിൽ തങ്ങൾ പിൻവാങ്ങുന്നതിന് മുൻപായി ജോനാഥനും മക്കബായരും ഒരു കാര്യം ചെയ്യുകയാണ്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യുദ്ധം ചെയ്യാൻ കഴിവില്ലാത്ത കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടങ്ങുന്ന ഒരു സംഘത്തെ, അവരുടെ കൈവശം അക്കാലത്തുണ്ടായിരുന്ന സകല സ്വത്തുക്കളും ആയി, സാധന സാമഗ്രികളുമൊക്കെയായി അവരുടെ സുഹൃത്ത് വംശമായിരുന്ന നബാത്തയരുടെ പക്കലേക്ക് അയക്കുകയാണ്. നബാത്തയരുടെ അടുക്കൽ ഈ സംഘം എത്തിച്ചേരുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് സംരക്ഷണം ലഭിക്കും, അവർ അവരെ സുരക്ഷിതരായിരിക്കും. അപ്പോൾ ഈ സംഘത്തെ, കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടങ്ങുന്ന ഈ സംഘത്തെ എല്ലാവിധ സാധന സാമഗ്രികളോടും കൂടെ ഒരു മക്കബായ പുത്രനായ അല്ലെങ്കിൽ മക്കബായരുടെ സഹോദരനായ
യോഹന്നാൻ്റെ നേതൃത്വത്തിലാണ് ഇവർ അയക്കുന്നത്. അപ്പോൾ നബാത്തായരുടെ അടുത്തേക്ക് ഈ സംഘം യാത്ര ചെയ്യുന്നതിനിടയിൽ, യോഹന്നാൻ്റെ നേതൃത്വത്തിൽ ഇവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ദാരുണമായ ഒരു കാര്യം നടക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സംഘം ധാരാളം സ്വത്തുവകകളും ഒക്കെയായി യുദ്ധത്തിന് ക്ഷമതയില്ലാത്ത, അതിന് കഴിയാത്ത കുട്ടികളും സ്ത്രീകളും വൃദ്ധരുമടങ്ങുന്ന ഒരു സംഘം മുന്നോട്ട് നീങ്ങുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന നാടോടികളായ യാംബ്രിയുടെ പുത്രന്മാർ, ബനെ യാംബ്രി എന്നറിയപ്പെടുന്ന വിഭാഗം, യാംബ്രിയുടെ പുത്രന്മാർ ഒരു നാടോടി സംഘമാണ്. അവർ ഈ മക്കബായരുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമടങ്ങുന്ന സംഘത്തെ അതിക്രൂരമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും അവരുടെ നേതാവായിരുന്ന യോഹന്നാൻ എന്ന മക്കബായ സഹോദരനെ കൊലപ്പെടുത്തുകയും അവരുടെ കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ കൊള്ളയടിക്കുകയും ചെയ്തു. ഈ സംഭവം മക്കബായരെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒന്നാണ്. ഇതിന് പ്രതികാരം ചെയ്യാൻ മക്കബായർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ കാതിൽ ഒരു വാർത്ത എത്തുകയാണ്. മക്കബായരുടെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധരെയും ആക്രമിച്ച യാംബ്രിയരുടെ ഇടയിൽ ഒരു വലിയ വിവാഹം നടക്കുന്നു. യാംബ്രിയരുടെ സംഘത്തിൽപ്പെട്ട ഒരു പ്രമുഖൻ കാനാന്യരുടെ വലിയ ഒരു പ്രമുഖൻ്റെ മകളെ വിവാഹം ചെയ്യുന്ന സന്ദർഭമാണ്. അതിനായി വധു ഒരു ഘോഷയാത്രയായി മുൻപോട്ട് വരുന്നു. വരനും സംഘവും മറ്റൊരു ഘോഷയാത്രയായി വധുവിനെ സ്വീകരിക്കാനായിട്ട് വരുന്നു. തീർച്ചയായും ഈ രണ്ട് ഘോഷയാത്രയിലും, പ്രത്യേകിച്ചും വധുവിൻ്റെ ഘോഷയാത്രയ്ക്കിടയിൽ ധാരാളം സ്വത്തുവകകളുമൊക്കെ ആയിട്ടാണ് ഈ സംഘം വരുന്നത്. കാരണം വലിയൊരു ധനാഢ്യൻ്റെ മകളായിരുന്നു വധു. അങ്ങനെ ഈ വിവാഹത്തിൻ്റെ ആഘോഷത്തിന് വേണ്ടി ഈ രണ്ട് സംഘങ്ങളും പരസ്പരം കണ്ടുമുട്ടുന്ന സമയം, ഈ സമയം ലാക്കാക്കി മക്കബായർ ഒരു ഗറില്ല യുദ്ധമുറ അവലംബിക്കുകയാണ്. മലനിരകളിൽ, വലിയ പാറക്കെട്ടുകളിലൊക്കെ ഇവർ ഒളിച്ചിരിക്കുകയും ഈ സംഘം പരസ്പരം കണ്ടുമുട്ടി എന്ന് വ്യക്തമായപ്പോൾ അവിടെ ഒളിച്ചിരുന്ന മക്കബായരുടെ സൈന്യം കടന്നു ചെന്ന് ഈ യാംബ്രിയർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. അങ്ങനെ ആ വിവാഹാഘോഷത്തിൻ്റെ ആ സമയം ഈ ഘോഷയാത്രയിൽ ഉൾപ്പെട്ടിരുന്നവർ കൊല്ലപ്പെടുകയും അവർ കൊണ്ടുവന്ന വളരെ വിലപിടിപ്പുള്ള സാധന സാമഗ്രികളെല്ലാം മക്കബായർ അവരുടെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ഒരു പക്ഷേ അക്കാലത്ത് നിരന്തരം നടന്നിരുന്ന പരസ്പരമുള്ള കൊള്ളയടിക്കലുകളും മറ്റുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മക്കബായർ ഇത് ചെയ്തത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. മക്കബായർ ഇത് ചെയ്തത് അവരുടെ സഹോദരൻ യോഹന്നാൻ്റെ രക്തത്തിന് മറുപടിയായിട്ടാണ്. യാംബ്രിയർ കൊന്നുകളഞ്ഞത് മക്കബായരുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരും ഉൾപ്പെടെയുള്ള യുദ്ധം ചെയ്യാൻ കെൽപ്പില്ലാത്ത ഒരു സമൂഹത്തെയാണ്. ആ സമൂഹത്തെ, യോഹന്നാൻ്റെ നേതൃത്വത്തിൽ മുൻപോട്ട് പോയ ആ സമൂഹത്തെ നിഷ്കരുണം കൊന്നുകളഞ്ഞ യാംബ്രിയരോട് ഈ മക്കബായർ പ്രതികാരം ചെയ്യുന്നു. ഇങ്ങനെ യാംബ്രിയരോട് മക്കബായർ പ്രതികാരം ചെയ്തു. അവർ യുദ്ധസന്നദ്ധരായി, യുദ്ധസജ്ജരായി മുൻപോട്ട് പോയി എന്ന വിവരം ബക്കിദസ് എന്ന സെലൂക്യ സൈന്യാധിപൻ്റെ അടുത്ത് എത്തുകയാണ്. ഉടൻ തന്നെ ബക്കിദസ് ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഇവർ ഇതാ വീണ്ടും ഒരു സൈന്യമായി, ഒരു ശക്തരായ പോരാളികളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജോനാഥൻ എന്ന ഇവരുടെ നേതാവിനെ വധിച്ച്
മക്കബായരുടെ കുലത്തെ മുടിക്കണം എന്ന ഉറച്ച ബോധ്യത്തോടെ ബക്കിദസ് എന്ന സെലൂക്കിയ സൈന്യാധിപൻ തൻ്റെ സൈന്യവുമായി മുന്നോട്ട് നീങ്ങുകയാണ്. യുദ്ധത്തിനായിട്ട് അവർ വരികയാണ്. ഈ സമയം ചില്ലറ പ്രശ്നങ്ങൾ, അതായത് ഈ ബക്കിദസിൻ്റെ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ആധികാരികമായ ഒരു വിജയമൊന്നും ജോനാഥനും മക്കബായർക്കും ലഭിക്കുന്നില്ല. പക്ഷേ എങ്കിലും ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിച്ചു. മാത്രവുമല്ല, നേരിയ നാശനഷ്ടങ്ങൾ സെലൂക്കിയ സൈന്യത്തിന് വരുത്തിയതിനു ശേഷം വളരെ ബുദ്ധിപൂർവം ജോനാഥനും മക്കബായരും അവരുടെ കൂട്ടാളികളായ സൈന്യവും അവിടെ നിന്നും പിൻവാങ്ങുകയുമാണ്. ഇത്രയുമാണ് നമ്മളിവിടെ കണ്ട ചരിത്രം. അടുത്തതായി ജെറുസലേമിലേക്ക് പിൻവാങ്ങുന്ന ബക്കിദസ് ജെറുസലേമിലെ കോട്ടകൾ സുശക്തമാക്കുന്നതും മക്കബായർക്ക് ഒരിക്കലും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത വിധം ജെറുസലേമിനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതുമാണ് നമ്മൾ തുടർന്ന് വരുന്ന വചനഭാഗത്ത് വായിക്കുന്നത്. അതിനായി മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിൻ്റെ തുടർ ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ബക്കിദസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറീക്കോയിലെ കോട്ടയും യമ്മാവൂസ്, ബത്ത്ഹോറോൺ, ബഥേൽ, തിമ്നാത്ത്, ഹരാത്തോൺ, തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയെയും ഏർപ്പെടുത്തി. ബത്സൂർ, ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി. സേനകളെ നിർത്തി ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു. നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവൽക്കാരെ ഏർപ്പെടുത്തുകയും ചെയ്തു. ബക്കിദസ് മക്കബായരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ തനിക്കുണ്ടായ ചെറിയ നാശനഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് യുദ്ധതന്ത്രത്തിൽ ഒരു വലിയ മാറ്റം വരുത്തുകയാണ്. കാതലായ മാറ്റം വരുത്തുകയാണ്. മരുഭൂമിയിൽ മക്കബായരുടെ നേതൃത്വത്തിലുള്ള ഒളിപ്പോരാളികളോട് ഏറ്റുമുട്ടി തൻ്റെ സമയവും സൈന്യത്തിൻ്റെ ക്ഷമതയും നശിപ്പിക്കുന്നതിന് പകരം ജെറുസലേം നഗരത്തിൽ കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കാൻ അയാൾ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്ത്രപ്രധാന കേന്ദ്രങ്ങളായ ജെറുസലേമും അതുമായി ബന്ധപ്പെട്ട കോട്ടകളെയുമെല്ലാം കൂടുതൽ സുരക്ഷിതമാക്കി നല്ല കാവൽ സേനയെ വച്ച് എല്ലാവിധ സുരക്ഷിതത്വങ്ങളും അവിടെ ഉണ്ടാക്കി. ജെറീക്കോ കോട്ടയും ജെറീക്കോ നഗരവും ഇതുപോലെ തന്നെ സുരക്ഷിതമാക്കി. അതുവഴി ജെറീക്കോയുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നത് വഴി ജോർദാൻ താഴ്വര പരിപൂർണമായിട്ടും ബക്കിദസിൻ്റെ നിയന്ത്രണത്തിലായി. മാത്രമല്ല, എമ്മാവൂസിലെ കോട്ടയും സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് എമ്മാവൂസുമായി ബന്ധപ്പെട്ട സമതല പ്രദേശം മുഴുവനും ബക്കിദസിൻ്റെ നിയന്ത്രണത്തിൽ ആവുകയും ചെയ്തു. ചുരുക്കത്തിൽ തന്ത്രപ്രധാനമായ ചില സൈനിക നീക്കങ്ങൾ, മുന്നൊരുക്കങ്ങൾ ആണ് ബക്കിദസ് ഇവിടെ നടത്തുന്നത്. ബക്കിദസ് നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവലേർപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം?
ഇക്കാലത്ത് നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു യുദ്ധതന്ത്രമാണ് ഈ അടുത്ത കാലത്ത് ഹമാസ് എന്ന സംഘടന ഇസ്രായേലിന് എതിരെ നടത്തിയത്. അതായത് ഇസ്രായേലിൽ കടന്നു കയറി ഇസ്രായേലിൽ നിന്നുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ഹമാസ് അവരുടെ തുരങ്കങ്ങളിൽ പാർപ്പിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഒരു യുദ്ധമുണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഇവരുടെ ജീവൻ വെച്ച് വിലപേശാൻ വേണ്ടിയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ യുദ്ധതന്ത്രമല്ല. ബക്കിദസ് ചെയ്യുന്ന കാര്യം അതാണ്. യഹൂദരിൽ തന്നെ പ്രമാണികളായ ആളുകളുടെ പുത്രന്മാരെ ഇവർ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ട് പോവുകയും അവരുടെ കോട്ടകളിൽ, ജെറുസലേം കോട്ടയിലും മറ്റും തടവിലാക്കുകയും ഈ തടവിലാക്കിയ ആളുകളെ ഒരു ജാമ്യമായി സൂക്ഷിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് എന്തെങ്കിലും ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ആ യുദ്ധത്തിൽ ഇവരെ ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കാൻ കൂടിയാണ്. മാത്രവുമല്ല, ഇത്തരം സ്വന്തം ആളുകൾ ആ കോട്ടയിലുള്ളതുകൊണ്ട് ആ കോട്ടയ്ക്കെതിരെ ഒരു പരിധിയിൽ കവിഞ്ഞ ആക്രമണം നടത്താൻ മക്കബായർ മുതിരുകയില്ല എന്ന കാര്യവും വ്യക്തമായിരുന്നു. അങ്ങനെ ബക്കിദസിൻ്റെ നേതൃത്വത്തിൽ ചില തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്തുകയാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ഇതിനകം മുൻ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ അൽക്കിമൂസ് എന്ന് പേരായ ആ പുരോഹിതൻ, സത്യത്തിൽ അയാളൊരു വഞ്ചകനായിരുന്നു. യഹൂദനായിരുന്നു എങ്കിൽ തന്നെയും യഹൂദത്വം സെലൂക്യ സൈന്യത്തിനും രാജാക്കന്മാർക്കും മുൻപിൽ അടിയറ വെച്ച് അവരുടെ പിണിയാളായി പ്രവർത്തിച്ച ഒരു വ്യക്തി. ഈ അൽക്കിമൂസിന് സംഭവിച്ച ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് മക്കബാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 54 മുതൽ 57 വരെയുള്ള വചനങ്ങളിൽ പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. 153-ാം ആണ്ട് 2-ാം മാസം ദേവാലയാങ്കണത്തിൻ്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽക്കിമോസ് കൽപ്പന നൽകി. പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി. പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ അവന് കനത്ത ഒരു ആഘാതമേറ്റു. അവൻ്റെ ജോലിക്ക് വിഘ്നമുണ്ടായി. അധരം ചലിക്കാതെയായി. അവൻ തളർവാദ രോഗിയായി. തൻ്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി. താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു. അൽക്കിമോസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കിദസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്ത് 2 വർഷത്തേക്ക് സ്വസ്ഥത ഉണ്ടായി. സെലൂക്യ സൈന്യത്തോടും സെലൂക്യ രാജാക്കന്മാരോടും ഒപ്പം ചേർന്ന് യഹൂദർക്കെതിരെ വഞ്ചനാപരമായ തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോയ സെലൂക്യർ യഹൂദരുടെ മഹാപുരോഹിതനായി അവരോധിച്ച വ്യക്തിയായിരുന്നു അൽക്കിമോസ്. ജെറുസലേം നഗരം പരിപൂർണമായി ബക്കിദസിൻ്റെ കീഴിലായി എന്ന് കണ്ടപ്പോൾ ഈ അൽക്കിമോസ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ജെറുസലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിൻ്റെ മതിലുകൾ ഇടിച്ച് തകർക്കണം. നമുക്കറിയാം, ഹഗ്ഗായി പ്രവാചകൻ്റെയും സക്കറിയ പ്രവാചകൻ്റെയും ഒക്കെ കാലം മുതൽ പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ജനം പടുത്തുയർത്തിയ മതിലുകൾ. നെഹമ്യായുടെ കാലത്ത് ജനം പടുത്തുയർത്തിയ മതിലുകൾ. ഇത്തരത്തിൽ ദേവാലയവും നഗരവുമായി ബന്ധപ്പെട്ട മതിലുകൾ അടിച്ചു തകർക്കാനുള്ള കൽപ്പന നൽകുന്നത് ഒരു പ്രധാന പുരോഹിതനാണ് എന്ന് ഓർക്കണം. പക്ഷേ ദൈവത്തിൻ്റെ ഭവനത്തിന് കൈവയ്ക്കാൻ, ദൈവത്തിൻ്റെ ഭവനത്തിന് മേൽ കൈവയ്ക്കാനുള്ള കൽപ്പന കൊടുത്ത ആ അൽക്കിമൂസിന് ഒരു ആഘാതമുണ്ടാവുകയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊരു വ്യക്തമാണ്, അൽക്കിമൂസിന് ഉണ്ടായത് ഒരു സ്ട്രോക്കാണ്. ഒരു സ്ട്രോക്ക് ഉണ്ടായി, ഒരു പക്ഷാഘാതമാണ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് പറയുന്നു, അവനൊരു ആഘാതമേറ്റു, അധരം ചരിക്കാതെയായി,
അവൻ തളർവാദ രോഗിയായി. അപ്പോൾ ഇതൊരു പക്ഷാഘാതമേറ്റതാണ്, ഒരു സ്ട്രോക്ക് സംഭവിച്ചതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ട്രോക്ക് സംഭവിച്ച, പക്ഷാഘാതം സംഭവിച്ച അൽക്കിമോസിന് പിന്നീട് സ്വന്തം ഭവനത്തെക്കുറിച്ച് പോലും ഒരു നിർദ്ദേശവും നൽകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. ദൈവത്തിൻ്റെ ഭവനത്തിന് മേൽ കൈവച്ചവന് സ്വന്തം ഭവനം പോലും നടത്താൻ സാധിക്കാത്ത, നോക്കി നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അടിയേറ്റ് രോഗബാധിതനായി പക്ഷാഘാതം സംഭവിച്ച് ദുസ്സഹമായ വേദന അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് അൽക്കിമോസ് മാറുകയാണ്. ഇങ്ങനെ അൽക്കിമോസിന് പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട വേദനയോടെ, ദുസ്സഹമായ വേദനയോടെ മരണത്തിലേക്ക് പോകേണ്ടി വന്നു. ഇതറിഞ്ഞപ്പോൾ സ്വാഭാവികമായും അൽക്കിമോസിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ബക്കിദസ് ജെറുസലേം കോട്ട വിട്ട് സെലൂക്യ രാജാവിൻ്റെ അടുത്തേക്ക് തിരികെ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പരിശോധിക്കാം.